ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കൂടി വരുന്നൊരു കാര്യമാണ്. അതായത് ബ്രേക്കപ്പ് നിരന്തരമായിട്ട് ഓരോ റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനുള്ള കുറച്ച് കാരണങ്ങൾ, അതായത് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ബ്രേക്കപ്പിനുള്ള കുറച്ച് റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ നമ്മളെ അവരും ട്രീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ്. അതായത് ചില ആളുകളുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള സ്നേഹം അതേപോലെ അങ്ങോട്ട് പുറത്ത് കാണിക്കും. അതായത് ഇഷ്ടമാവുന്ന സമയത്തൊക്കെ അവരെ ഇഷ്ടം ഇങ്ങനെ പുറത്ത് കാണിക്കും. അത് ചിലപ്പോൾ വാക്കുകളിലൂടെ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രവർത്തികളിലൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം രീതിയിൽ അവർ തിരിച്ച് നമ്മളോട് ബിഹേവ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ആളുകളും ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടം ഇതേപോലെ പുറത്ത് കാണിക്കുന്ന ആളുകളുണ്ട്. ചിലരെന്ന് പറയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം കാണിക്കുന്നവരുണ്ട്. മറ്റു ചിലർ തീരെ കാണിക്കാത്ത ആളുകളുണ്ട്. അതായത് വാക്കുകൾ കൊണ്ട് പറയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് നമ്മളെ ഇഷ്ടമായതുകൊണ്ടാണ് അവർ ചെയ്തു തരുന്നത് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതല്ലാതെ ഞാൻ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ അവരെന്നോട് തിരിച്ചു പെരുമാറണം എന്ന് വിചാരിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുണ്ടാവില്ല. സോ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ പെരുമാറുന്ന പോലെ എന്നോട് തിരിച്ചും പെരുമാറണം എന്ന് വിചാരിക്കുന്നതാണ് ബ്രേക്കപ്പിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പറയാതെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നതും രണ്ടാമത്തെ മിസ്റ്റേക്കാണ്. ഇങ്ങനെ നമ്മൾ വിചാരിക്കാതിരിക്കുക. കാരണം ഇപ്പൊ നമ്മളുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് 100% ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ദിവ്യശക്തി കിട്ടിയതായിട്ടൊന്നും നമ്മുടെ അറിവിലില്ല. അങ്ങനെ ഒരു ദിവ്യശക്തിയുള്ള സാധാരണ മനുഷ്യരും ഇന്നില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരോ നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ വളരെ സാധാരണയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം കൺവേ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തുറന്ന് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ പിന്നീട് പല കാര്യങ്ങളും നമ്മൾ പറയാതെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇഷ്ടം എന്താണ്, ഇഷ്ടക്കേടുകൾ എന്താണെന്നൊക്കെ നമ്മൾ അവരോട് ജസ്റ്റ് ഒന്ന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അപ്പൊ പല കാര്യങ്ങളും അവർക്ക് ചെയ്തു തരാനായിട്ട് കഴിയും. നമ്മൾ പറയാതെ തന്നെ ചെയ്തു തരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതല്ലാതെ ഒരു കാര്യങ്ങളും അവരോട് പറയാണ്ട് എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. അങ്ങനെ വിചാരിക്കാതിരിക്കുക. സോ ഇത്തരത്തില് പറയാതെ കാര്യങ്ങൾ തന്റെ ഒപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ മനസ്സിലാക്കണം, ചെയ്തു തരണം എന്ന് വിചാരിക്കുന്നതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്, അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും, ഓ ഇത് അവരുടെ ഉത്തരവാദിത്തമല്ലേ, കടമയല്ലേ, അത് അവർ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനത്ര വലിയ വാല്യൂ ഒന്നും കൊടുക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ വ്യക്തികളും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവരതിന് കുറച്ചെങ്കിലും ഒക്കെ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അറിയിച്ചേ പറ്റൂ. അതിപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമുള്ള ആളായാലും, നമ്മളുടെ അച്ഛനായാലും അമ്മയായാലും നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണെങ്കിലും നമുക്ക് വേണ്ടി അവരൊരു കാര്യം ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുക, നന്ദി നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇവർ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള നന്ദി പ്രകടനം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നും, ഞാൻ എന്തിനാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്, ഞാൻ ചെയ്തു കൊടുക്കുന്നതിന് യാതൊരു വാല്യൂം ഇല്ല എന്നുള്ളത് ഫീൽ ആവും. അവർക്ക് തന്നെ ഫീൽ ആവും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എങ്ങനെയാ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് തോന്നുക, അല്ലെങ്കിൽ നിങ്ങളോടൊരു ഇഷ്ടം തോന്നുക. അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ശ്രമിക്കുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ബ്രേക്കപ്പിലുള്ള ഒരു കാരണമായി മാറാം. അപ്പൊ നമ്മുടെ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്, അവരെ കുറിച്ച് എല്ലാം എനിക്കറിയാം എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പാസ്റ്റിലെ കാര്യങ്ങൾ അറിയാം, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ അറിയാം, അതേപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അവരോട് പെരുമാറുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല, പാസ്റ്റിൽ ഇന്നതൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആവണം എന്നില്ല. നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിലുള്ള A to Z കാര്യങ്ങൾ ഒരാളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കിട്ടണം എന്നില്ല.
അതിൽ ചിലതൊക്കെ നമ്മൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പകരം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഇവളെക്കുറിച്ച് എനിക്ക് മുഴുവനായിട്ടും അറിയില്ല, ഇവളുടെ ലൈഫിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഇവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക. എന്തായിരിക്കും അതെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവരോട് നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുക, നിനക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്ലേസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിക്കുക. അതല്ലാതെ എല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു അഹങ്കാരം മാത്രമാണ്. നമുക്കൊരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ച് മുഴുവനായിട്ടും അറിയാനായിട്ട് കഴിയില്ല. സോ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം ഈ വ്യക്തിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇനി അറിയാനില്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാലോ എന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു, ഇനി അവരിൽ ഒന്നുമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. സോ അവിടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതുമ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം. ഇത് ഒട്ടുമിക്ക ആളുകളിലുണ്ട്. മെയിൻ റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നല്ല ഭംഗിയിൽ ടോപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, ആളെ ഷോൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന കാര്യമുണ്ട്, നീ എന്താ ഷോൾ ഇടാണ്ട് വന്നത്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് അവരുടെ ഇഷ്ടമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. പകരം എന്തുകൊണ്ട് നീ അത് ഇട്ടില്ല, നീ അത് ഇടുന്നതാണ് നല്ലതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്താ നീ അനുസരിക്കാണ്ടായി എന്നുള്ള രീതിയിൽ നമ്മൾ അവർ ചോദ്യം ചെയ്യും, വഴക്ക് പറയുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറേ കണ്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും, ഇതിലെന്തപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇല്ലാണ്ടാവുകയാണ്, ഇവർ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്, ഞാൻ അവരുടെ കാൽച്ചുവട്ടിലാണോ അതല്ലെങ്കിൽ ഇവരുടെ അടിമയാണോ എന്നൊരു തോന്നൽ അവർക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ പെൺകുട്ടികളോട് പറയാന്നുള്ളത് ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നേരെ തിരിച്ചു ആവാം, നീ ഞാൻ പറഞ്ഞതുപോലെ എല്ലോ ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഓവർ കൺട്രോളിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണ് ഈ ഒരു കാര്യം വളരെ വലിയൊരു മോശമായിട്ടോ അല്ലെങ്കിൽ തന്നെ ഓവറായിട്ട് ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ഒന്നിനും സമ്മതിക്കുന്നില്ല, തൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും യാതൊരു വാല്യൂം ഇല്ല, ഇങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാക്കാം. അതും ബ്രേക്കപ്പിന് കാരണമായിട്ട് മാറാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ബ്രേക്കപ്പ് സംഭവിക്കുന്ന ആളുകൾക്കിടയിൽ കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എന്തായാലും നടക്കുന്ന ഒരു സംഭവമാണ്. സോ നടക്കരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഇതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.